ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നേരം വെളുത്ത് എഴുന്നേറ്റ് നിങ്ങൾ 24 ഓൺ ചെയ്തപ്പോൾ കണ്ടതെന്താ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലേക്ക് ഇന്ന് മിക്ക ടെലിവിഷൻ ചാനലുകളും അങ്ങോട്ട് തന്നെ തിരിഞ്ഞു. മൂന്നാമത്തെ അതിജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇന്ന് അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നതുമൊക്കെ. അതവിടെ നിൽക്കട്ടെ. അതിനേക്കാളും കുറേ ആൾക്കാർ മടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന പരാക്രമങ്ങൾ കേട്ട് പ്രേക്ഷകർ വല്ലാതെ മടുത്തു. പക്ഷേ നമുക്ക് ഈ അതിജീവിതയുടെ ചില വോയിസ് ക്ലിപ്പുകളുമൊക്കെ കേൾക്കാൻ അവസരമുണ്ടായപ്പോൾ എന്തൊരു അപകടകാരിയാണ് ഈ മനുഷ്യനെന്ന് തോന്നിപ്പോയി. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കരുതോ അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി. ഇപ്പോൾ അദ്ദേഹത്തിന് ന്യായീകരിക്കാനൊക്കെ കുറച്ച് ആൾക്കാർ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അവരൊക്കെ ഈ വോയിസ് ക്ലിപ്പ് കേട്ടാൽ ബോധം കെട്ട് തറയി വീഴും. അപ്പം അത്ര അപകടകാരിയും അക്രമകാരിയുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറിയത് എന്നുള്ളത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. മാത്രമല്ല, വലിയ ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് ഞങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ വിധി എഴുതിയ ഒരാളിൻ്റെ ഏറ്റവും വലിയ തകർച്ചയാണ് ഇന്ന് കണ്ടത്. ഇവിടെ നിന്ന് ഉയരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറേ സ്ത്രീകളുടെ കണ്ണുനീര് അവിടെ വീണിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ശബരിമല വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ രാജു. സ്വർണ്ണക്കൊള്ളയിൽ കല്ലും നെല്ലും ഉടൻ തിരിഞ്ഞു വരും. അന്വേഷണത്തിൽ പുരോഗതിയുണ്ടെന്നും കൂടുതൽ പേർ അകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും കെ രാജു. കൂടുതൽ പേര് അകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കല്ലും നെല്ലും ഒക്കെ തിരിഞ്ഞു വരും. വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയത്തക്ക രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ പൊതുവായ താല്പര്യം സിദ്ധമായിട്ടുള്ള നടപടികളൊന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഇത് മാത്രം ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ട്. കൊല്ലത്തുനിന്നും അരുൺ രാജ് തത്സമയം ചേരുകയാണ്. അരുൺ രാജ്, അഡ്വക്കേറ്റ് കെ രാജു ഈ കാര്യം പറയുന്നതിന് മറ്റു വല്ല അർത്ഥങ്ങളും ഉണ്ടോ? വേറെ ഡയമെൻഷനുണ്ടോ? SKN ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജന്മവാർഷിക അനുസ്മരണം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ദേവസ്വം ബോർഡ് മെമ്പറായ അഡ്വക്കേറ്റ് കെ രാജുവിന്റെ ഇത്തരം പരാമർശം ഉണ്ടായത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു പരിഹാസവും അതുപോലെ തന്നെ ഒരു ധ്വനിയും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശബരിമലയിൽ പുരോഗതിയുണ്ട്, കൂടുതൽ പേർ അകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും പോകുമെന്ന് അദ്ദേഹം ഒരു സൂചനയായി ഇപ്പോൾ നൽകുന്നുണ്ട്. കല്ലും നെല്ലും ഉടനെ തിരിഞ്ഞു വരുമെന്നാണ് അതിൽ വിശ്വാസമുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈ ശബരിമല വിഷയത്തിൽ പൊതു താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി തങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള തട്ടിപ്പുകളും ഉണ്ടാകില്ല എന്ന നിലപാട് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ശബരിമല വിഷയം വിശ്വാസികൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നിലപാടായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും ശബരിമല വിഷയത്തിൽ ആദ്യമായിട്ടാണ് ദേവസ്വം ബോർഡ് മെമ്പർ കെ രാജുവിന്റെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം, അദ്ദേഹത്തിന്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിലൊരു പരിഹാസവും അതിലൊരു മുന്നറിയിപ്പ് കൂടി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയും കൂടുതൽ ആളുകൾ അകത്തു പോകുമോ എന്നുള്ള സംശയം അഡ്വക്കേറ്റ് രാജുവിനുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഷിജോ കുര്യൻ്റെ വാർത്ത അറിയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാവേലിക്കര ജയിലിൽ നിന്ന് മാറ്റുമെന്നാണ് വിവരം. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കായിരിക്കും കൊണ്ടുപോകുക. ജയിൽ DGയുടെ ഓർഡർ വരുന്ന മുറയ്ക്ക് ജയിൽ മാറ്റം ഉണ്ടാകും എന്ന് അറിയിക്കുന്നു. ജയിൽ മാറണമെന്ന് രാഹുലും ആവശ്യപ്പെട്ടതായിട്ടാണ് സൂചന. അല്പസമയത്തിനകം ഷിജു കുര്യനെ കൂടി ടെലിഫോൺ ലൈനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാവേലിക്കര ജയിലിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉള്ളത്. റിമാൻഡ് ചെയ്തിട്ടുള്ള ഈ ജയിലിൽ നിന്ന് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകും. അദ്ദേഹം കൂടി അത് താല്പര്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അതിൻ്റെ കൂടുതൽ സൗകര്യമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നാൽ പൂജപ്പുര സെൻട്രൽ ജയിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, മെഡിക്കൽ സൗകര്യങ്ങളുണ്ട്, വലിയ ജയിലാണ്. ഇതുപോലുള്ള ഒരുപാട് VIP-കൾക്ക് താവളമാണ് താനും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക വിവരങ്ങളിൽ വിശദമായ അന്വേഷണം SIT ആരംഭിച്ചു എന്ന വാർത്ത. ഇന്നലെ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകളോളം പരിശോധന നടത്തി. തന്ത്രി കണ്ഠരര് രാജീവരെ മെഡിക്കൽ കോളേജിൽ നിന്നും ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ICUവിലായിരുന്നു അദ്ദേഹം. ഇപ്പോൾ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിശദാംശങ്ങൾ
8 മണിക്കൂർ നീണ്ട പരിശോധനയാണ് ഇന്നലെ തന്ത്രിയുടെ വീട്ടിൽ നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സാധൂകരിക്കുന്ന തെളിവ് ശേഖരണമായിരുന്നു SIT വീട്ടിലെ പരിശോധനയിലൂടെ ലക്ഷ്യം വെച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രി കുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളോട് ചോദിച്ചറിഞ്ഞിരുന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. വസ്തു ഇടപാടുകളുടെ വിവരങ്ങളും തേടി. വീട്ടിലെ സ്വർണ്ണ ഉരുപ്പടികളിലും SIT വിശദമായ പരിശോധന നടത്തിയിരുന്നു. തന്ത്രിയെ ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ കടത്തിയ കേസിലും SIT പ്രതി ചേർക്കും. സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റിയ മഹസറിലും ഒപ്പിട്ടത് വഴി തന്ത്രിക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് SIT വിലയിരുത്തൽ. ഇന്നലെ നടന്ന വൈദ്യപരിശോധനയിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്നാണ് തന്ത്രിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. ഡോക്ടർമാർ പരിശോധിച്ച് ആരോഗ്യനില തൃപ്തികരമാണെന്നറിയിച്ചാൽ തന്ത്രിയെ പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. ശേഷം നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. 24 തിരുവനന്തപുരം. നമ്മുടെ ഷൈനി റഷീദ് പറയുകയാണ്, അയൽവാസി ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കരുത്. ഇതെന്തൊരു മനുഷ്യരാണ്, അത് നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. ഇത് നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് 9ാം ക്ലാസ്സുകാരിയെ കാണാതായി. കരമന സ്വദേശി ലക്ഷ്മിയാണ് വെള്ളിയാഴ്ച മുതൽ കാണാതായിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത്. ഉമേഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN വെള്ളിയാഴ്ച പുലർച്ചെ ലക്ഷ്മി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. പുലർച്ചെ 5 മണിയോടുകൂടി വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് നടന്നുപോയി. അതിനുശേഷം കണ്ട ഒരു ഓട്ടോയിൽ കയറി നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് പരശുറാം എക്സ്പ്രസിൽ കയറി പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞത്. ഈ സമീപത്തെ CCTV ദൃശ്യങ്ങൾ എല്ലാം പരിശോധിച്ചതിലൂടെയാണ് ഈ ഒരു അറിവ് ലഭിച്ചത്. ഇന്നലെ എല്ലാം പോലീസ് ശക്തമായി അന്വേഷിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഫോൺ നമ്പറോ മറ്റോ കയ്യിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. പക്ഷേ ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഫോട്ടോ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ട് അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഈ ഫോട്ടോയിൽ കാണുന്നതാണ് 14 വയസ്സുകാരിയായ ലക്ഷ്മി. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വീട്ടുകാർക്ക് എന്താണ് കാരണമെന്നോ വീട്ടുകാരുമായി മറ്റ് തർക്കങ്ങളോ വീട്ടിൽ ആരെങ്കിലും വഴക്ക് പറയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എങ്ങോട്ട് പോയെന്നോ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പോകുന്ന സമയത്ത് ഒരു ചാരനിറത്തിലുള്ള ജീൻസും ഒരു ഹുഡി ടീഷർട്ടും ധരിച്ചിരുന്നു. എന്തായാലും ഒരു ബാഗും കയ്യിലുണ്ട്. ഈ രീതിയിലാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി പരശുറാം എക്സ്പ്രസിൽ കയറിപ്പോയത്. എങ്ങോട്ടാണ് പോയതെന്നുള്ള ഒരു വ്യക്തതയും ലഭ്യമായിട്ടില്ല. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ജയചന്ദ്രൻ പറയുന്നത് തലതിരിഞ്ഞ ഇവനെയാണ് ഒരു പ്രസ്ഥാനം എത്രയോ വ്യക്തികളെ തടഞ്ഞുകൊണ്ട് ഒക്കെ ചങ്ങാതിമാർ ബൂസ്റ്റർ കൊടുത്ത് വരുത്തി പാലക്കാട് ജനങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയത്. എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. ജിന്നു പറയുന്നത് പീഡനക്കേസിൽ അകത്തു പോകുന്നവരെ സഹതടവുകാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് അവരെ മാത്രമല്ല, ഈ സഹതടവുകാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ മറ്റുള്ള തടവുകാരെയൊക്കെ ആക്രമിക്കുന്ന ഒരു രീതിയൊക്കെ പല ജയിലിലും ഉണ്ട്. തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിലുമൊക്കെ ഇങ്ങനെ സംഭവമുണ്ട്. അത് സാധാരണ വാർഡന്മാർ വളരെ താല്പര്യം എടുക്കാറുണ്ട് ഈ കാര്യത്തിലൊക്കെ തന്നെ. നിഖിൽ പ്രമേഷ് ഇപ്പോൾ ഒരു വാർത്ത അറിയിക്കുന്നു. MK മുനീർ MLA കാലിന് പരിക്കേറ്റ ചികിത്സയിലാണ്. അദ്ദേഹത്തെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിക്ക് ഒപ്പം ഉണ്ടായിരുന്നു. മറ്റൊരു വാർത്ത ഫസ്റ്റ് ഓൺ 24. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാവേലിക്കര ജയിലിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. വിവരങ്ങളുമായി ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. ഷിജോ, വിശദാംശങ്ങൾ. എന്ത് സാഹചര്യത്തിലാണ് മാവേലിക്കര ജയിലിൽ നിന്ന് പൂജപ്പുരയിലേക്ക് മാറ്റുന്നത്? കാരണം എന്താണെന്ന് വിശദമാക്കിയാൽ നന്നായിരുന്നു. SKN, നമുക്ക് സംസ്ഥാനത്ത് ഉള്ള ജയിലുകളിൽ മതിയായ ജീവനക്കാരില്ല എന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ ജയിലുകളിലും മതിയായ സുരക്ഷയ്ക്ക് ജീവനക്കാരോ സെക്യൂരിറ്റി സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. അതിനിടയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാവേലിക്കര ജയിലിലേക്ക് മാറ്റിയത്. മാവേലിക്കര ജയിലിൽ അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ, നവീകരണ ാണ്. അവിടെ കൃത്യമായിട്ടുള്ള ജീവനക്കാരില്ല. പുതിയ ബ്ലോക്കിന്റെയൊക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ജയിൽ DIGയുടെ ഓർഡർ വരുന്ന മുറയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ മാവേലിക്കര ജയിലിൽ നിന്ന് മാറ്റും. എന്തായാലും ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. മതിയായ ജീവനക്കാരില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ്. മാവേലിക്കരയിൽ ആ ജയിലിൽ, മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ ഒരു ജനപ്രതിനിധിയെ എല്ലാ സുരക്ഷയോടും കൂടി അവിടെ പാർപ്പിക്കാൻ വേണ്ട ക്രമീകരണം അല്ലെങ്കിൽ അത്തരമൊരു സൗകര്യം മാവേലിക്കര ജയിലിൽ ഇല്ലാത്തതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനുള്ള ആലോചന ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നാളെ തന്നെ ജയിൽ DIGയുടെ ഓർഡർ വരുന്ന മുറയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തുള്ള ജയിലുകളിൽ മതിയായ ജീവനക്കാരില്ലാത്തതിന്റെ ഒരു കുറവ് വലിയ തരത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാവേലിക്കര ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റുമ്പോൾ അവിടെയും ഈ ജീവനക്കാരുടെ കുറവുണ്ട്. അതുമാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാൾക്ക് ജയിലിൽ കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് സഹതടവുകാർക്കൊപ്പം ഉള്ള ഒരു സാഹചര്യത്തിനകത്ത് അവിടെ ഒരു
സുരക്ഷ ഒരുക്കണം, കൃത്യമായിട്ട് രാഹുലിനെ നിരീക്ഷിക്കാൻ ഒരു ജീവനക്കാരൻ വേണം. അങ്ങനെ ഒരു സുരക്ഷാ ജീവനക്കാർ ഒരു കുറവുള്ളൊരു പശ്ചാത്തലമുണ്ട്. അത് മാത്രവുമല്ല, മാവേലിക്കരയിൽ ജയിലിന്റെ നവീകരണ പ്രവർത്തികൾ, പുതിയ ബ്ലോക്കിന്റെ അടക്കമുള്ള നവീകരണ പ്രവർത്തികൾ കൂടി നടക്കുകയാണ്. അത്തരം ഒരു സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിൽ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയിട്ടുള്ളത്. ജയിൽ DIGയുടെ ഓർഡർ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ പകലോടുകൂടിയായിരിക്കും ഇറങ്ങുക. അതിനുശേഷം രാഹുലിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. SKN. ഓക്കെ, താങ്ക് യു ഷിജോ കുര്യൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടേറുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കണമെന്നും നിർദ്ദേശം. BJP കോർ കമ്മിറ്റി യോഗത്തിലാണ് നേതാക്കൾക്ക് അമിത്ഷാ നിർദ്ദേശം നൽകിയത്. MG പ്രതീഷ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. പറയൂ പ്രതീഷ്. LDFിനും UDFിനും മുന്നേ തന്നെ നിയമസഭാ പ്രചരണങ്ങൾക്ക് തുടക്കമിടാനാണ് BJPയുടെ തീരുമാനം. ഇന്ന് ഈ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് BJP കോർ കമ്മിറ്റി യോഗം ചേർന്നത്. ഈ കോർ കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കണമെന്ന നിർദ്ദേശമാണ് മുതിർന്ന നേതാക്കളോട് അമിത്ഷാ നടത്തിയിട്ടുള്ളത്. 50% സ്ഥാനാർത്ഥികളെ ഈ മാസം തന്നെ തീരുമാനിക്കണം. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ പ്രചരണം തുടങ്ങണം എന്ന നിർദ്ദേശമാണ് അമിത്ഷാ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അത് വലിയ ഒരു രാഷ്ട്രീയ ആയുധമാക്കി കൂടി മാറ്റണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇന്ന് ഈ ജനപ്രതിനിധികളുടെ യോഗത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വലിയ വിമർശനമാണ് അമിത്ഷാ മുന്നോട്ട് വച്ചിരുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ വരുന്ന ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ ഇത് ആയുധമാക്കാനുള്ള നിർദ്ദേശം അമിത്ഷാ നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ MG പ്രതീഷാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേർന്നത്. എന്തായാലും വളരെ ആഴത്തിലുള്ള തന്ത്രങ്ങളാണ് BJP കേരളത്തിൽ മെനയുന്നത്. അത് വളരെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് താനും. ഉമേഷ് ബാലകൃഷ്ണൻ മറ്റൊരു വാർത്ത അറിയിക്കുന്നു. അധ്യാപകൻ പോക്സോ കേസിൽ അറസ്റ്റിലായി. കൊട്ടാരക്കരയിലെ ഗണേഷ് കുമാറാണ് നഗര പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ആറ്റിങ്ങൽ ആലങ്കോട്ടുള്ള ഒരു സ്കൂളിലാണ് സംഭവം നടന്നത് എന്നുകൂടി വിവരം ലഭിക്കുന്നു. ചൈൽഡ് ലൈൻ സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിനാണ് ഒരു വിദ്യാർത്ഥി അധ്യാപകനെ കുറിച്ച് പരാതി നൽകിയത്. തുടർന്ന് ചൈൽഡ് ലൈനിൻ്റെ ഇടപെടലിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയ BJP ഇനി കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രിയെയാണ് കാണാൻ പോകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ശബരിമലയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയുമെന്നും അമിത്ഷാ ചോദിച്ചു. അമിത്ഷായുടെ നേതൃത്വത്തിൽ BJP കോർ കമ്മിറ്റി യോഗവും NDA നേതൃയോഗവും ചേർന്നു. വികസിത സുരക്ഷിത വിശ്വാസ സംരക്ഷണ കേരളമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് BJPയുടെ തിരഞ്ഞെടുപ്പൊരുക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ച അമിത്ഷാ ഗുജറാത്ത് മോഡലിൽ കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാർ എങ്ങനെ വിശ്വാസം സംരക്ഷിക്കുമെന്നും വിമർശനം. सबरीमाला के अंदर आपने देवस्थान का जो खजाना चोरी हुआ है वो सिर्फ केरल के लोगों की आस्था का सवाल नहीं है. पूरे देश के लोग बड़ी शंका के साथ आपको देख रहे हैं. കേരളത്തിൽ NDAയും മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി എന്നിവർ ഉൾപ്പെടുന്ന UDFും തമ്മിലാണ് പ്രധാന മത്സരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. NDAയും മറുവശത്ത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും UDF. BJP ആസ്ഥാനത്ത് ചേർന്ന NDA നേതൃയോഗത്തിലും കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുത്തു. ജനുവരിയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടി സംസ്ഥാനത്തെത്തിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ കളം പിടിക്കാനാണ് BJPയുടെ ശ്രമം. 24 തിരുവനന്തപുരം. കൊച്ചി മേയറെ തീരുമാനിച്ചതിൽ സാമുദായിക സംഘടനയുടെ ഇടപെടലുകൾ ഉണ്ടായെന്ന മേയർ VK മിനിമോളുടെ പരാമർശം ആയുധമാക്കി CPM. പറയുന്നതിന് വിപരീതമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രവൃത്തിയെന്ന് മന്ത്രി P രാജീവും CPIM ജില്ലാ സെക്രട്ടറി സതീഷും വിമർശിച്ചു. മേയറുടെ പരാമർശം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതായി VD സതീശൻ പ്രതികരിച്ചു. മേയർ സ്ഥാനത്തിനായി ലത്തീൻ സഭ ഇടപെട്ടെന്നും തനിക്കായി പിതാക്കന്മാർ സംസാരിച്ചിരുന്നു എന്നുമുള്ള മേയർ VK മിനിമോളുടെ വെളിപ്പെടുത്തലാണ് കോൺഗ്രസിനെ കുരുക്കിലാക്കിയത്. KRLCC ജനറൽ അസംബ്ലി ഉദ്ഘാടന വേദിയിലായിരുന്നു മേയറുടെ പരാമർശം. സാമുദായിക ഇടപെടൽ ഉണ്ടായില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്ക് വിപരീതമായി
മേയർ വെളിപ്പെടുത്തൽ നടത്തിയതോടെ VD സതീശന് മന്ത്രിയുടെ പരിഹാസം. അവര് തെരഞ്ഞെടുക്കുന്ന മാനദണ്ഡം എന്താണെന്ന് ഇപ്പൊ വ്യക്തമായി. എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്നവരല്ല. ഞങ്ങൾ വളരെ ആദർശ ശുദ്ധിയുള്ളവരാണെന്ന് ഒരു വസ്തു പറയും, എന്നിട്ട് രഹസ്യമായി അവിടെ പോയി സന്ദർശിക്കും. അത്തരം കാര്യങ്ങൾ ഇടപെടും. വിഷയത്തിൽ മറുപടി പറയേണ്ടത് VD സതീശനെന്ന് CPIM ജില്ലാ സെക്രട്ടറി S സതീഷ് 24നോട്. മേയറുടെ പ്രസ്താവനയെ സംബന്ധിച്ച് പറയേണ്ടത് VD സതീശനാണ്. ഒരു സാമുദായിക സംഘടനകളുടെയും തിണ്ണമരുങ്ങുന്നവരല്ല ഞങ്ങൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് പല ആവർത്തിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പറയുന്നതിന് വിപരീതമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് പിന്നീട് വരുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. മേയറുടേത് വൈകാരിക പ്രതികരണമായിരുന്നെന്ന് VD സതീശൻ. എന്നോടോ DCC പ്രസിഡന്റിനോടോ എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരോടോ ഒരു സഭയും ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളെ മേയറാകാൻ പറഞ്ഞു. അവർ പറഞ്ഞപ്പോൾ അത് വൈകാരികമായി പറഞ്ഞതാണ്. പരാമർശം അനവസരത്തിലായി എന്നാണ് DCC നേതൃത്വത്തിന്റെ നിലപാട്. പരാമർശത്തിൽ മേയർ തന്നെ വ്യക്തത വരുത്തിയ സാഹചര്യത്തിൽ വിഷയത്തിൽ ചർച്ചകൾ ഒഴിവാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കരുതലോടെയാണ് കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കുന്നത്. 24 കൊച്ചി. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേളക്കിടയ്ക്ക് നന്ദൻ KV ഒരു കാര്യം പറഞ്ഞു. SKN ഇന്നത്തെ ന്യൂസ് കേട്ടപ്പോൾ സത്യമായും ആശങ്കയുണ്ടായി എന്ന് താങ്കളുടെ മുഖത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ട്. പല വാർത്തകളും നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. പണ്ട് BBC പോലുള്ള ലോക മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്തകൾ വായിക്കുമ്പോൾ വാർത്തകളുമായി ഒരു നിർമ്മമത, അതായത് ഒരു മമതയില്ലായ്മ, ഒരു ലാവണ്യപരമായ സൗന്ദര്യപരമായ അകലം പാലിക്കണം എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ബേസിക്കായിട്ടുള്ളൊരു ഒരു ഒരു വാർത്ത വായിക്കുന്ന ആളുടെ ഒരു ധർമ്മമാണത്. പക്ഷേ നമ്മൾ മനുഷ്യരല്ലേ. ഇടവേള ബ്രേക്ക്. പ്രൈം ടൈം തുടരുകയാണ്. കാലിന് പരിക്കേറ്റ MK മുനീർ MLA കോഴിക്കോട് നടക്കാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സന്ദർശിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കുറച്ച് ദിവസമായി MK മുനീർ ചികിത്സയിലായിരുന്നു. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. നിഖിൽ, വിശദാംശങ്ങൾ പറയും. ഇന്ന് നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള LDFന്റെ നേതൃയോഗം ജില്ലയിൽ നടക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്തുള്ള യോഗമാണ് ജില്ലയിൽ നടന്നത്. അത് കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി മറ്റ് പരിപാടികളിലേക്ക് കടക്കുകയാണെന്നാണ് മാധ്യമപ്രവർത്തകരൊക്കെ കരുതിയത്. പക്ഷേ അദ്ദേഹം മന്ത്രി മുഹമ്മദ് റിയാസിനൊപ്പം നേരെ നടക്കാവിലെ MK മുനീറിന്റെ വസതിയിലേക്കാണ് എത്തിയത്. അവിടെ ചേർന്ന് അദ്ദേഹത്തെ കണ്ടു. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും നാളുകളായി MK മുനീർ ഒരു ചികിത്സയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു വിശ്രമത്തിലാണ്. അതിനിടെ അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് കോഴിക്കോട് മേത്ര ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയൊക്കെ തേടി ഇപ്പോൾ വീണ്ടും ഒരു വിശ്രമത്തിലേക്ക് കടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരക്കിലൊക്കെ കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ അപകടം സംഭവിച്ചത്. എന്തായാലും അങ്ങനെ അദ്ദേഹം വിശ്രമത്തിലിരിക്കുകയാണ്. മുഖ്യമന്ത്രി വന്ന് അദ്ദേഹത്തെ കണ്ടത്. നമുക്കറിയാം, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു മര്യാദ പുലർത്തി പോരുന്നയാളാണ് മുഖ്യമന്ത്രി. അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ എന്നുള്ള ഒരു പക്ഷം അദ്ദേഹം പിടിക്കാറില്ല. അത്തരത്തിൽ ആളുകൾ പരിക്ക് പറ്റി കിടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ നേരിട്ട് സന്ദർശിക്കുക മുഖ്യമന്ത്രിയുടെ പതിവാണ്. ഇതേ തുടർന്നാണ് ഇന്ന് MK മുനീറിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അദ്ദേഹം കണ്ടത്. ഏതാണ്ട് അരമണിക്കൂർ സമയം അവിടെ ചെലവിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മന്ത്രി മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിക്ക് ഒപ്പം ഉണ്ടായിരുന്നു. ഓക്കെ, നിഖിൽ പരമേഷാണ് വിവരങ്ങൾ നൽകിയത്. നിഖിലെ, ഒരു കാര്യം കൂടി, കോഴിക്കോട് ബൈപ്പാസിൽ മറ്റന്നാൾ മുതൽ ടോൾ പിരിവ് ആരംഭിക്കുന്ന വാർത്ത വരുന്നുള്ള. കഴിഞ്ഞ 4 ദിവസമായി അതിൻ്റെ ട്രയൽ റൺ നടക്കുന്ന വിവരം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കാര്യം പണി പൂർത്തിയാകാതെ ടോൾ പിരിക്കാൻ പാടില്ലെന്നല്ലേ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. പക്ഷേ അതിനെയൊക്കെ കടന്ന് അവർ ടോൾ പിരിക്കാൻ തീരുമാനിച്ചെന്നാണോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോഴിക്കോട്ടുകാർ, പ്രത്യേകിച്ച് മലബാറുകാർ, ഈ ദേശീയപാതയുടെ പണി പൂർണ്ണമായതിന്റെ പൂർണ്ണ സ്ട്രെച്ചിൽ എപ്പോൾ പൂർത്തിയാകും എന്നുള്ളതിന് വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ അതിലൂടെ കടന്നു പോകാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇനി പോകുമ്പോൾ ടോള് കൂടി കൊടുക്കേണ്ടി വരും. അത് നമ്മൾ നേരത്തെ കരുതിയിരുന്നത് പോലെയുള്ള തുകയുമല്ല എന്നുള്ളതാണ് അല്പം വിഷമകരം. ആദ്യം നമ്മൾ കരുതിയിരുന്നത് ഒരു ഭാഗത്തേക്ക് കടന്നു പോകാൻ 90 രൂപയാണ് നൽകേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ അതിപ്പോൾ പുതിയ വിജ്ഞാപന പ്രകാരം, കഴിഞ്ഞ ദിവസമാണ് വിജ്ഞാപനം ഇറങ്ങിയത്, പുതിയ വിജ്ഞാപന പ്രകാരം 130 രൂപയാണ് നൽകേണ്ടി വരിക. അതായത് ഒരു തവണ കടന്നു പോകാൻ 130 രൂപ, അത് ഇരുഭാഗത്തേക്കുമാണെങ്കിൽ 150 രൂപ. അങ്ങനെയാണ് ഏറ്റവും പുതിയ നിരക്ക് വരുന്നത്. അത് മറ്റന്നാൾ മുതലായിരിക്കും പ്രാബല്യത്തിൽ. അതായത് നാളെ കൂടി ട്രയൽ റൺ തുടരും. മറ്റന്നാൾ മുതൽ അതിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് വെങ്ങളം രാമനാട്ടുകര ബൈപ്പാസിലൂടെ കടന്നു പോകുമ്പോൾ പന്തീരങ്കാവിലുള്ള ടോൾ ബൂത്തിൽ എത്തുമ്പോൾ നിങ്ങൾ കാറിലാണ് പോകുന്നതെങ്കിൽ 130 രൂപ ഒരു ഭാഗത്തേക്ക് നൽകണം. ഇത് ഫാസ്ടാഗിലാണ് 130 രൂപ. നമ്മൾ മറ്റ് പേയ്മെന്റ് ഓപ്ഷൻസ് വഴിയാണ് നൽകുന്നതെങ്കിൽ അതിലും
കൂടുതൽ തുക നൽകേണ്ടി വരും. എന്തായാലും അതിന്റെ ഒരു 3 മാസം ഇതേ നിരക്ക് തുടരും. അതിനുശേഷമായിരിക്കും ഒരു പരിഷ്കരിച്ച നിരക്കുണ്ടാവുക. ഇപ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് ഈ ഒരു ടോൾ വിരിക്കുമ്പോൾ അതിനനുബന്ധമായി ചില സൗകര്യങ്ങൾ ഈ ടോൾ കമ്പനി ഏർപ്പെടുത്തി നൽകേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സർവീസ് റോഡുകൾ. സർവീസ് റോഡുകൾ മിക്കതും വളരെ വീതി കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് ഒരു പരിമിതിയുണ്ട്. എന്ന് മാത്രമല്ല ഒരു അനുബന്ധ സൗകര്യങ്ങൾ നിരവധി കാര്യങ്ങൾ ഒരുക്കി നൽകേണ്ടതുണ്ട്. അതിന്റെ പണിയും പൂർത്തിയായിട്ടില്ല. പിന്നെ എങ്ങനെ ടോൾ പിരിവ് ആരംഭിക്കും എന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്ന ഒരു പരാതി, ആക്ഷേപം, ആരോപണം എന്നുള്ളത്. അപ്പോൾ മിക്കവാറും മറ്റന്നാൾ ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുത്തെ മണ്ഡലം കമ്മിറ്റി അടക്കം അറിയിക്കുന്നത് ഈ പണി പൂർത്തിയാക്കാതെ ടോൾ പിരിവ് ആരംഭിക്കുകയാണെങ്കിൽ തങ്ങൾ ഉറപ്പായും പ്രതിഷേധിക്കുമെന്ന് അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി അറിയിക്കുന്നുണ്ട്. എന്തായാലും മറ്റന്നാൾ മുതൽ ടോൾ പിരിവ് ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ NHAയുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. താങ്ക് യു. നിഖിൽ പരമേശാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിയുമ്പോൾ അഴിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പുറത്തുവിടും. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഴിക്കുള്ളിലായി. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത രാഹുലിനെ മാവേലിക്കര ജയിലിലേക്ക് മാറ്റി. പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ 6 മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തു. അന്വേഷണത്തോട് സഹകരിക്കാതെ രാഹുൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു. രാഹുലിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നാട്ടിൽ അരങ്ങേറി. അതേസമയം പരാതിക്കാരി വിവാഹിതയെന്ന് താൻ അറിഞ്ഞില്ല എന്നാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ വാദിച്ചിരിക്കുന്നത്. പഴുതടച്ച പോലീസ് നീക്കത്തിൽ കുരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെ 26/2026 നമ്പർ റിമാൻഡ് തടവുകാരൻ. അർദ്ധരാത്രി പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ രാവിലെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. IG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ 5 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനോട് രാഹുൽ സഹകരിച്ചില്ല. ഐഫോണിന്റെ പാസ്വേഡ് കൈമാറാൻ രാഹുൽ തയ്യാറായില്ല. സ്വതന്ത്രനായി നിന്നാലും ജയിക്കുമെന്ന അന്വേഷണ സംഘത്തോട് വെല്ലുവിളി. ചോദ്യം ചെയ്യലിന് ശേഷം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കെത്തിച്ച രാഹുലിന് നേരെ വലിയ പ്രതിഷേധം. മുദ്രാവാക്യം വിളിച്ചും പോലീസ് വാഹനം വളഞ്ഞും DYFI യുവമോർച്ച പ്രവർത്തകർ. ഉച്ചയോടെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് രാഹുലിനെ ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തു. കോടതി വളപ്പിലും പിന്നീട് ജയിലിലേക്ക് എത്തിക്കുമ്പോഴും രാഹുലിന് നേരെ പ്രതിഷേധങ്ങൾ ഉയർന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്കായി ശേഖരിച്ചു. പരാതിക്കാരി അവിവാഹിതയെന്ന് അറിഞ്ഞില്ലെന്നാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ വാദം. വിവാഹിതയെന്ന് അറിഞ്ഞതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറിയെന്നും രാഹുൽ. ആദ്യ കേസിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഒളിവിൽ പോയ രാഹുലിന് അറസ്റ്റ് ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നു. അന്ന് ഏറെ പഴികേട്ട പോലീസ് ഇക്കുറി ജാഗ്രതയോടെയാണ് നീക്കം നടത്തിയത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ലൈംഗിക ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് FIRലൂടെയും റിമാൻഡ് റിപ്പോർട്ടിലൂടെയും ഇന്ന് പുറത്തു വന്നത്. നിലവിൽ വിദേശത്തുള്ള തിരുവല്ല സ്വദേശിയായ അതിജീവിത രാഹുലിനെതിരെ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറി. രാഹുൽ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നും അതിജീവിതയുടെ പരാതിയിൽ വ്യക്തമാകുന്നു. ആദ്യ 2 ലൈംഗിക പീഡന പരാതികളുമായി ഏറെ സാമ്യമുള്ളതാണ് രാഹുലിനെ അഴിക്കുള്ളിലാക്കിയ 3ാം ബലാത്സംഗ പരാതി. കാനഡയിലുള്ള യുവതിയുടെ വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാണ് 2023 സെപ്റ്റംബർ മുതൽ രാഹുൽ അടുപ്പം സ്ഥാപിച്ചത്. കുഞ്ഞുങ്ങളെ വേണമെന്നും നല്ലൊരു പിതാവായിരിക്കുമെന്നും സംസാരിച്ചു തുടങ്ങിയ രാഹുൽ വിവാഹത്തിന് താൽപര്യമുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ 2024 ഏപ്രിലിൽ തിരുവല്ലയിലെ ഹോട്ടൽ റൂമിൽ യുവതിയോട് റൂം ബുക്ക് ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു.
ആദ്യമായി നേരിൽ കണ്ട യുവതിയുടെ മുഖത്ത് പോലും നോക്കാതെ രാഹുൽ ബലമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. കുട്ടികളുണ്ടാകട്ടെ എന്ന് പറഞ്ഞായിരുന്നു പീഡനം. മുഖത്തടിക്കുകയും തുപ്പുകയും ശരീരമാകെ മുറിവേൽപ്പിക്കുകയും ചെയ്ത് രാഹുലിന്റെ കൊടും ക്രൂരത. അന്ന് ധരിച്ച വസ്ത്രങ്ങൾ യുവതി തെളിവിനായി സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ സ്നേഹം നടിച്ച രാഹുലിനെ യുവതി വിശ്വസിച്ചു. എന്നാൽ 1 മാസം തികയും മുന്നേ രാഹുൽ മലക്കമറിഞ്ഞു. മറ്റാരുടെയോ കുഞ്ഞെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. DNA ടെസ്റ്റിന് തയ്യാറെന്ന് രാഹുലിനെ ഫോൺ വഴി അറിയിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അപ്പോഴേക്കും യുവതിയെ ബ്ലോക്ക് ചെയ്തിരുന്നു. ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾക്കൊടുവിൽ ഗർഭമലസി. ഇതിനിടയിൽ ചെരുപ്പിനും സൺസ്ക്രീൻ ക്രീമിനും പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് ആഹാരം കഴിക്കാൻ എന്ന പേരിലും പലതവണ രാഹുൽ പണം വാങ്ങിക്കൊണ്ടിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഫണ്ടിന്റെ പേരിലും പണം വാങ്ങി. വിശ്വസ്തൻ ഫെനി നയനാൻ വഴിയും പരാതി നൽകാതിരിക്കാനുള്ള വൈകാരിക ഇടപെടലുകൾ രാഹുൽ നടത്തിക്കൊണ്ടിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാൻ പണം ചോദിച്ചെങ്കിലും നൽകിയില്ല. രാഹുലുമായുള്ള ബന്ധം ഫെന്നിയെ അറിയിച്ചെന്ന പേരിൽ അധിക്ഷേപവും അസഭ്യവും. മറ്റു പരാതികൾ വന്ന ശേഷം ഇക്കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ സഹോദരിയുടെ വിവാഹം മുടക്കുമെന്നടക്കം രാഹുൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നുവെന്നും അതിജീവിത പറയുന്നു. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് 2024 ഡിസംബർ 20 നടന്ന ചാറ്റിന്റെ വിവരങ്ങളാണ് ഇന്ന് പുറത്തുവന്നത്. അതിനിടെ പാലക്കാട്ടെ KPM റീജൻസി ഹോട്ടലിൽ നിന്ന് രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന നിർണായക ദൃശ്യങ്ങളും 24 കിട്ടി. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷംന, ഒരിക്കലും രാഹുൽ പ്രതീക്ഷിക്കാതെയാണോ ഈ പോലീസ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നതും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും? രാഹുലിന് ഒരു തരത്തിലും ഒരു സൂചനയും ഇതുമായി ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ ആദ്യത്തെ പരാതി വരുന്നത് നവംബർ 27-നാണ്. അന്ന് ഈ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് രാഹുൽ പാലക്കാട് നിന്നും മണ്ഡലത്തിൽ നിന്നും പിന്നീട് അപ്രത്യക്ഷനാവുന്നതും 2 ആഴ്ചയോളം ഒളിവിൽ കഴിയുന്നതും. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. ഈ പരാതിക്കാരി ഒരാഴ്ച മുൻപ് പരാതി നൽകുന്നു. അത് ഇമെയിൽ മുഖാന്തരം അന്വേഷണ സംഘത്തിന് മുമ്പ് പരാതി നൽകുന്നു. പിന്നീട് FIR രജിസ്റ്റർ ചെയ്യുന്നു. ഈ അന്വേഷണ സംഘം ഈ SIT മഫ്തിയിലെത്തിയാണ് പിന്നീട് ഈ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. അത് കുറച്ച് ദിവസമായി മണിക്കൂറുകളായി ഒക്കെ പാലക്കാട് ജില്ലയിലും ഒപ്പം തന്നെ രാഹുൽ താമസിച്ചിരുന്ന KPM ഹോട്ടലിന് ചുറ്റുമായി മഫ്തിയിൽ ഈ പോലീസ് അന്വേഷണ സംഘം തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ രാഹുലിന് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് രാത്രി 12:10 രാഹുലിന്റെ സഹായിയും ഡ്രൈവറും രാഹുലിന്റെ അടുത്ത് നിന്ന് പിന്നീട് MLA ഓഫീസിലേക്ക് പോകുന്നത്. അതായത് ഈ സഹായികൾ താമസിക്കുന്നത് MLA ഓഫീസിലാണ്. ഇവർ അതുവരെയും രാഹുലിന്റെ കൂടെ ഈ KPMന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ രാത്രി 12:10 ഇവർ തിരികെ പോകുന്നു. അതിനുശേഷം രാഹുൽ ഒറ്റയ്ക്കാണ് റൂമിൽ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അന്വേഷണ സംഘം 2 വാഹനങ്ങളിലായി എത്തിയ 8 പേരടങ്ങുന്ന അന്വേഷണ സംഘം KPM ഹോട്ടലിലെത്തുന്നു. ഒപ്പം തന്നെ ഹോട്ടൽ ജീവനക്കാരുടെ മൊബൈൽ ഫോൺ വാങ്ങിവെക്കുന്നു. അതിനുശേഷമാണ് രാഹുൽ താമസിച്ചിരുന്ന 2002 നമ്പർ റൂമിൽ കയറുന്നതും. രാത്രി 12:15 ഈ മുറിയിൽ അന്വേഷണ സംഘം എത്തുന്നു. പിന്നീട് രാഹുലിനെ കാത്തു പുറത്തു നിൽക്കുന്നു. അന്വേഷണ സംഘമാണ് കൂടെ വരണം എന്നൊക്കെ പറയുന്നു. 12:30 പിന്നീട് രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. പുതിയ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും താങ്കൾ കൂടെ വരണമെന്നും പറയുന്നു. ആദ്യഘട്ടത്തിൽ രാഹുൽ വരാൻ ചെറിയ വിസമ്മതം, അതായത് ആ സമയത്ത് വരാൻ വക്കീലിനെ അടക്കം ബന്ധപ്പെടണമെന്നുള്ള ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് അന്വേഷണ സംഘം പറയുന്നു, നിങ്ങൾ ബലം പ്രയോഗിക്കരുത്, MLA ആണ്, ഞങ്ങളുടെ കൂടെ വരണം, ചില നിർണായക തെളിവുകൾ അടക്കം ലഭിച്ചിട്ടുണ്ട്, പുതിയ കേസ് ലഭിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇതേ തുടർന്ന് രാത്രി 12:30 അന്വേഷണ സംഘം രാഹുലിന്റെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് നേരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ഈ കേസിൽ പുതുതായുള്ള ഈ കേസിൽ ആദ്യത്തെയും രണ്ടാമത്തെയും ഒക്കെ കേസിന് സമാനമായെങ്കിൽ പോലും ഇതിൽ ഏറെ നിർണായകമാകുന്നത് രാഹുലിന് ഒരു സൂചനയും ലഭിച്ചില്ല. അന്വേഷണ സംഘം പഴുതടച്ചുള്ള ഒരു നീക്കത്തിലൂടെയാണ് രാഹുലിനെ പിടികൂടിയത് എന്നതാണ്. SK. സമൂഹ മാധ്യമങ്ങളിൽ വൈകാരിക കുറിപ്പുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ കേസിലെ അതിജീവിത രംഗത്ത് വന്നു. ദൈവത്തിന് നന്ദിയെന്നും സ്വർഗത്തിൽ നിന്ന് മാലാഖ കുഞ്ഞുങ്ങൾ ക്ഷമിക്കട്ടെ എന്നും അതിജീവിത പറയുന്നു. ആ കുറിപ്പിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുന്നു. ദൈവമേ നന്ദി. അനുഭവിച്ച വേദനകൾക്കും
വിധികൽപ്പിക്കലുകൾക്കും വഞ്ചനകൾക്കുമിടയിൽ തിരിച്ചറിയാനും ഉറച്ചു നിൽക്കാനും കെൽപ്പു നൽകിയതിന്. ഇരുളിൽ സംഭവിച്ചതും ലോകം കാണാത്ത കണ്ണീരും നീ കണ്ടതിന്. ഞങ്ങളുടെ ശരീരങ്ങൾ ക്രൂരമായി പിച്ചി ചീന്തുമ്പോഴും കുഞ്ഞുങ്ങളെ ബലമായി തട്ടിയെടുക്കുമ്പോഴും ചേർത്തു പിടിച്ച ദൈവമേ, സ്വർഗത്തിലിരുന്ന് ഞങ്ങളുടെ മാലാഖ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കട്ടെ. അവരുടെ പിതാവാകാൻ യോഗ്യനല്ലാത്തയാളെ തെരഞ്ഞെടുത്തതിന് ആ കുഞ്ഞുങ്ങൾ മാപ്പു തരട്ടെ. ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ലോകത്തിനപ്പുറം ആ പൊന്നുമക്കളുടെ ആത്മാക്കൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. പേടിയും അതിക്രമവുമില്ലാത്ത സ്വർഗത്ത് കഴിയട്ടെ. പൊന്നോമനകളെ, ഈ നൊമ്പരപ്പിടച്ചിൽ നിങ്ങളോടെല്ലാം പറയും. നിങ്ങളുടെ ജീവിതവും ആത്മാവും അമൂല്യമായിരുന്നു. അമ്മ മറക്കില്ല. നമ്മളിനി കാണും വരെ ഹൃദയം നിറഞ്ഞ് നീയുണ്ട്. അത്രമേൽ ആഴത്തിൽ അതിരുകളില്ലാതെ കുഞ്ഞാറ്റ നീ നിറഞ്ഞുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ഹൃദയം പിളർക്കുന്ന ഈ കുറിപ്പ് രേഖപ്പെടുത്തിയത് ആദ്യത്തെ അതിജീവിതയാണ്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് നിയമസഭാ എത്തിക്സ് കമ്മിറ്റി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. പാർട്ടിക്ക് പുറത്തായ രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കോൺഗ്രസിന് കഴിയില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. രാഹുലിനെ കോൺഗ്രസ് ഇപ്പോഴും സംരക്ഷിക്കുന്നുവെന്നാണ് CPM-ന്റെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നത് മോശം സന്ദേശം നൽകുമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി രാഹുലിന്റെ അറസ്റ്റ് പരിശോധിക്കുമെന്നും സ്പീക്കർ. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അത് ലീഗൽ പോയിന്റ്, ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. എത്ര വലിയ ആളാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് CPIM. രാഹുലിന് കോൺഗ്രസ് സംരക്ഷണമുണ്ടെന്നും നേതാക്കൾ. കോൺഗ്രസിന്റെ പരിപൂർണമായ പിന്തുണയല്ലേ രാഹുലുള്ളത്, അന്നും അതെ ഇന്നും അതെ. ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണമായ മുഖത്തിന്റെ അന്നത്തെ ഒരു ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ്, അടയാളപ്പെടുത്തലായിട്ടാണ് കാണേണ്ടത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിന് MLA സ്ഥാനം രാജിവെക്കാതിരിക്കുമോ? ഇത് കോൺഗ്രസിന്റെ ഒരു മുഖമാണ്, അതാണ് ഞങ്ങൾ പറയുന്നത്. രാഹുലിനെതിരെ പരാതി ലഭിക്കും മുൻപ് തന്നെ പാർട്ടി നടപടിയെടുത്തെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. പാർട്ടിക്ക് പുറത്തായ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാനാകില്ലെന്നും നേതാക്കൾ. അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. അറസ്റ്റിന് സർക്കാർ നിർബന്ധിതമായെന്ന് BJP. കോൺഗ്രസ് നേതാക്കൾക്ക് സംഭവത്തിൽ ബന്ധമുണ്ടെന്നും ആരോപണം. വളരെ ശക്തമായിട്ടുള്ള പിന്തുണ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അറസ്റ്റ് സർക്കാരിന്റെ എന്തെങ്കിലും ഒരു നേട്ടമായി ഞാൻ കാണുന്നില്ല. അറസ്റ്റിലൂടെ സ്ത്രീകൾക്ക് കേരളത്തിൽ സുരക്ഷയുണ്ടെന്ന് വ്യക്തമാകുന്നുവെന്നായിരുന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് 24. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല മകരവിളക്കിന് മുന്നോടിയായി എരുമേലി പേട്ടതുള്ളൽ നടന്നു. ഇത്തവണയും 10,000-കണക്കിന് ഭക്തരാണ് പേട്ടതുള്ളാനെത്തിയത്. അയ്യപ്പന്റെ മാതൃസ്ഥാനികരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളിയത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്കാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. പന്ത്രണ്ടരയോടെ ശ്രീകൃഷ്ണപ്പരുന്ത് അമ്പലപ്പുഴ ഭഗവാന്റെ വരവറിയിച്ച് വട്ടമിട്ട് പറന്നു. പിന്നാലെ കൊച്ചമ്പലത്തിലെത്തിയ അമ്പലപ്പുഴ സംഘം സമൂഹ പെരിയോൻ N. ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ചടങ്ങുകളിലേക്ക് കടന്നു. പേട്ടപ്പണം സമർപ്പിച്ച് തിടമ്പേറ്റിയ ഗജവീരന്മാർക്കൊപ്പം പേട്ടതുള്ളി പുറത്തേക്ക്.
തുടർന്ന് ബാബരെ കാണാൻ നൈനാർ പള്ളിയിലെത്തിയ സംഘത്തെ ജമാഅത്ത് ഭാരവാഹികൾ സ്വീകരിച്ചു. നൈനാർ പള്ളിയിൽ വലം വെച്ച ശേഷം ബാബറുടെ പ്രതിനിധിയെയും കൂട്ടിയാണ് അമ്പലപ്പുഴ സംഘം വലിയമ്പലത്തിലേക്ക് തിരിച്ചത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. യോഗം പെരിയോൻ AK വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ആലങ്ങാട് സംഘം പേട്ടതുള്ളിയത്. ബാബർ സ്വാമി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം പോയി എന്ന വിശ്വാസത്തിൽ ബാബർ പള്ളിക്ക് പുറത്തുനിന്ന് തൊഴുത് ആലങ്ങാട് സംഘവും മടങ്ങി. 24 കോട്ടയം. ശബരിമല സന്നിധാനത്ത് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുകയാണ്. ശ്രീജിത്തെ പറയൂ. പേട്ടതുള്ളൽ കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കും. അത് അയിരൂരിലായിരിക്കും ആദ്യഘട്ടത്തിൽ അവസാനിക്കുക. അതിന്റെ തൊട്ടടുത്ത ദിവസം വീണ്ടും തിരുവാഭരണ ഘോഷയാത്ര നടക്കും. അങ്ങനെ 14-ന് വൈകിട്ട് ഒരു 6 മണിയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സോപാനത്തേക്ക് 18-ാം പടി കയറി ആ സംഘം എത്തിച്ചേരും. തലച്ചുമടായി ഭഗവാൻ അയ്യപ്പന് ചാർത്താനുള്ള ആ തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള പേടകവും ഇങ്ങോട്ട് കയറും. അതിനുശേഷം കൃത്യമായ രീതിയിൽ അത് അലങ്കരിച്ച് അല്ലെങ്കിൽ അത് അണിഞ്ഞുകൊണ്ടായിരിക്കും ഒരു ദീപാരാധന നടക്കുക. വിഗ്രഹത്തിൽ അണിയിച്ചുകൊണ്ടായിരിക്കും ഒരു ദീപാരാധന നടക്കുക. എന്തായാലും മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇന്നലെയും SP സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധനയ്ക്ക് വിവിധ മേഖലകളിലെത്തിയിരുന്നു. ശരംകുത്തിയിലും അതുപോലെ തന്നെ അപ്പാച്ചിമേട്ടിലും പാണ്ടിത്താവളത്തുമൊക്കെ പരിശോധന നടത്തി. അവിടെ ഭക്തർക്ക് പർണശാല കെട്ടാനുള്ള വിവിധ സ്ഥലങ്ങളടക്കം ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ ഭക്തർ ഇപ്പോൾ ഉണ്ട്. എന്തായാലും വലിയൊരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല നമുക്ക് നിസ്സംശയം പറയാം. വൈകിട്ട് 7 മണിയോടുകൂടിയുള്ള ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് 60,000-ഓളം ആളുകൾ മാത്രമാണ്, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ മാത്രമാണ് ഇപ്പോൾ ദർശനം നടത്താൻ വേണ്ടി എത്തിയിട്ടുള്ളത്. എന്തായാലും സ്വാമിയെ ശരണമയ്യപ്പ എന്ന വിളികളുമായി ഈ സോപാനമാകെ മുഖരിതമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും 14-ന് മകരവിളക്കിനുള്ള ക്രമീകരണങ്ങൾ അത് സന്നിധാനത്ത് മാത്രമല്ല, സന്നിധാനത്തേക്ക് വന്ന 35,000 പേർക്കാണ് പ്രവേശനം. ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നിലവിലുണ്ട്. 30,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 ബാക്കി 5,000 പേർക്കും അങ്ങനെയാണ് ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി പോലീസ് കാത്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ സന്നിധാനത്തെ ഒരു കണക്ക് പ്രകാരം ഇപ്പോൾ ഏതാണ്ട് 60,000-ഓളം ആളുകൾ മാത്രമാണ്, അയ്യപ്പ ഭക്തർ മാത്രമാണ് ഇപ്പോൾ ദർശനം നടത്തിയിട്ടുള്ളത്. ഇത് കുറയാനാണ് സാധ്യത. പക്ഷേ നാളത്തോടുകൂടി കൂടുതൽ ആളുകൾ ഇതര സംസ്ഥാനങ്ങളിൽ നടക്കം മകരവിളക്ക് പ്രമാണിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SK. താങ്ക് യു ശ്രീജിത്ത്. ചാവേർ ആക്രമണ ഭീഷണി മുഴക്കുന്ന ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസഹറിൻ്റേതെന്ന് കരുതപ്പെടുന്ന ഒരു ശബ്ദ സന്ദേശം ഇന്ന് പുറത്തുവന്നു. ഏത് നിമിഷവും ആക്രമിക്കാൻ സജ്ജരായി നിൽക്കുന്ന ചാവേറുകളുടെ പട തൻ്റെ പക്കലുണ്ടെന്നാണ് ഇന്ത്യക്കെതിരെ നിരന്തര ഭീഷണി മുഴക്കുന്ന മസൂദ് അസഹറിൻ്റെ ശബ്ദ സന്ദേശം. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീജിത്ത്. വലിയ രൂപത്തിലുള്ള ഭീഷണിയാണ് മൗലാന അസറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ജെയ്ഷെ മുഹമ്മദ് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര കേന്ദ്രങ്ങളിലെല്ലാം ഇന്ത്യ വലിയ രൂപത്തിൽ ആക്രമണം നടത്തിയിരുന്നു. വലിയ നാശനഷ്ടം നേരിട്ട സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. ഇതേ മൗലാന അസറിന്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും അടക്കം നിരവധി പേർ ആ ആക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്, അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരുന്നത്. ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് എങ്ങനെയാണ്: 1 അല്ല 2 അല്ല 100 അല്ല 1000 ചാവേറുകൾ തയ്യാറാണ്, റെഡിയാണ്. ലോകത്തെ ഭയപ്പെടുത്താൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ചാവേറുകൾ രംഗത്തിറങ്ങിയാൽ സ്വാഭാവികമായും ലോകത്തും ആഗോള മാധ്യമങ്ങൾക്കും അത് ഭീഷണിയാകും. അതുമാത്രമല്ല, ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള ആളുകളാണ് ഞങ്ങളുടെ ചാവേറുകൾ. അതോടൊപ്പം തന്നെ പ്രതിഫലം ആഗ്രഹിച്ചല്ല ഈ ചാവേറുകൾ എന്തെങ്കിലും ചെയ്യുന്നത്, അവർ രക്തസാക്ഷിതമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഇത് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് കഴിഞ്ഞ ഓപ്പറേഷൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ മുഖ്യ സൂത്രധാരൻ എന്ന് പറയപ്പെടുന്ന കസൂരിയുടെ ഒരു വീഡിയോ സന്ദേശം കൂടി പുറത്തു വരുന്നുണ്ട്. അത് പാകിസ്ഥാനിലെ ഒരു സ്കൂളിൽ നടത്തിയ സന്ദേശമാണ്. അതായത് ആ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്കിപ്പോഴും, അതായത് അദ്ദേഹം ഒരു ഭീകരനാണ്, ആ ഭീകര സംഘടനയ്ക്കും ആ ഭീകരനും ആ കസൂരിനടക്കം പാകിസ്ഥാൻ സൈന്യവുമായി ഇപ്പോഴും വളരെ അടുത്ത ബന്ധമുണ്ട്. പാകിസ്ഥാൻ സൈന്യം വിളിക്കുന്ന എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ പോകാറുണ്ട്. പാകിസ്ഥാൻ സൈന്യം ഞങ്ങളെ എല്ലാ പരിപാടികൾക്കും ക്ഷണിക്കാറുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ സൈന്യവുമായി കൂടുതൽ ബന്ധം സ്ഥിരീകരിക്കുന്ന ഒരു വീഡിയോ സന്ദേശം കൂടി പുറത്തു വരികയാണ്. അങ്ങനെ
അങ്ങനെ പാകിസ്ഥാൻ സൈന്യവുമായി കൂടുതൽ ബന്ധം സ്ഥിരീകരിക്കുന്ന പാക് ഭീകരരുടെ ബന്ധം പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയും ലോകരാജ്യങ്ങളെയും മൊത്തം ആഗോളതലത്തിൽ വലിയ ഭീഷണി സന്ദേശവുമായി 1000 ചാവേറുകൾ എന്തിനും തയ്യാറായി നിൽക്കുന്നു എന്നൊരു ഭീഷണി സന്ദേശം കൂടി ജെയ്ഷെ മുഹമ്മദ് തലവന്റെ മൗലാന അസറിന്റെ പേരിൽ പുറത്തു വരുന്നു. ഇങ്ങനെ 2 രൂപത്തിൽ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന രൂപത്തിൽ ഒരു ഓഡിയോ സന്ദേശവും ഒരു വീഡിയോ സന്ദേശവുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ബാലകൃഷ്ണൻ. ഡൽഹിയിൽ നിന്നാണ് ശ്രീജിത്ത് നമുക്കൊപ്പം ചേർന്നത്. ഇനി കായിക വാർത്തകൾ. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഇന്ന് ബാഴ്സലോണ റയൽ മാഡ്രിഡ് ക്ലാസിക് ഫൈനൽ നടക്കും. ഇന്ന് രാത്രി 12 മണിക്ക് ജിദ്ദയിലാണ് മത്സരം. 2026 ആദ്യ എൽ ക്ലാസിക്കോ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ തുടർച്ചയായ 4ാം തവണയും ചിരവൈരികളായ FC ബാഴ്സലോണയും റയൽ മാഡ്രിഡും മുഖാമുഖം. കഴിഞ്ഞ തവണത്തെ 5-2 പോലൊരു തകർപ്പഞ്ചയത്തോടെ കിരീടം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് ബാഴ്സലോണ. കണക്ക് തീർത്ത കപ്പ് വീണ്ടെടുക്കാൻ റയൽ മാഡ്രിഡും. അത്ലറ്റിക് ക്ലബിനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്തായിരുന്നു കറ്റാലൻസിന്റെ ഫൈനൽ പ്രവേശം. നാട്ടങ്കത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 2-1 മറികടന്ന റയലും കലാശക്കളിക്ക് ടിക്കറ്റ് എടുത്തു. കഴിഞ്ഞ 9 മത്സരങ്ങളിലും ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഹാൻസി ഫ്ലിക്കും സംഘവും. കഴിഞ്ഞ ഒക്ടോബറിൽ ലാലീഗയിൽ റയലിനോട് തോറ്റതിൽ പിന്നെ ആഭ്യന്തര മത്സരങ്ങളിൽ തോറ്റിട്ടില്ലെന്നതും കറ്റാലൻസിന് കരുത്തേകും. ലമീൻ യമാൽ, റാഫീഞ്ഞ, പെഡ്രി, ഫെർമിൻ ലോപ്പസ് തുടങ്ങിയവരുടെ മിന്നും ഫോമിനൊപ്പം ഗോൾമുഖത്ത് കോട്ട കെട്ടി നിൽക്കുന്ന യൊവാൻ ഗാർസിയയും ബാഴ്സയുടെ കിരീട പ്രതീക്ഷകൾക്ക് നിറമേകുന്നു. അത്ലറ്റിക്കോയെ മറികടന്നതുപോലെ ബാഴ്സയെയും വീഴ്ത്താമെന്ന കണക്കുകൂട്ടലിലാണ് റയൽ. പരിക്ക് ഭേദമായി സൂപ്പർ താരം കിലിയൻ എംബാപ്പെ തിരിച്ചെത്തിയത് ലോസ് ബ്ലാങ്കോസിന്റെ കരുത്തുകൂട്ടും. വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരും പെരുമയ്ക്കൊത്ത പ്രകടനം പുറത്തെടുത്താൽ 2024 ശേഷം വീണ്ടും കപ്പ് മാഡ്രിഡിലെത്തും. സ്പോർട്സ് ഡെസ്ക് 24. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇനി ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തി ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കുന്നു. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 14 ദിവസം റിമാൻഡിലായി. നടപടി പത്തനംതിട്ട സ്വദേശിനിയുടെ പരാതിയിൽ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തെന്ന യുവതി. രാഹുലിന്റെ ലൈംഗിക ക്രൂരത വിവരിച്ച് FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും. രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്ന് SIT. DNA പരിശോധനയ്ക്കായി രാഹുലിന്റെ രക്തസാമ്പിൾ ശേഖരിച്ചു. നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറി അതിജീവിത. രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് SITയുടെ പഴുതടച്ച നീക്കത്തിലൂടെ. പാലക്കാട് KPM റീജൻസി ഹോട്ടലിൽ കസ്റ്റഡിയിലെടുത്തത് അർദ്ധരാത്രി 12:30 ദൃശ്യങ്ങൾ 24 കിട്ടി. മൂന്നാമത്തെ പരാതി ലഭിച്ച നാൾ മുതൽ രാഹുലിനെ നിരീക്ഷിച്ച SIT. 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് സഹകരിക്കാതെ രാഹുൽ. ഫോണിന്റെ പാസ്വേഡ് നൽകിയില്ല. പാലക്കാട്ട് സ്വതന്ത്രനായി നിന്നാലും ജയിക്കുമെന്ന് അന്വേഷണ സംഘത്തിനോട് വെല്ലുവിളി. രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണം 2024 ഡിസംബർ 20-ന്. സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന അതിജീവിതയുടെ പരാതി ശരിവയ്ക്കുന്ന വിവരങ്ങൾ ചാറ്റിൽ. റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന തിരുവല്ലയിലെ ഹോട്ടലിലെത്തിയ അന്വേഷണ സംഘം റിസപ്ഷൻ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുത്തു. പരാതിക്കാരി വിവാഹിതയെന്ന് താൻ അറിഞ്ഞില്ലെന്ന് ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെ മാവേലിക്കര ജയിലിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. രാഹുലിന്റെ അറസ്റ്റിന് പിന്നാലെ വൈകാരിക പ്രതികരണവുമായി ആദ്യ കേസിലെ പരാതിക്കാരി. അനുഭവിച്ച വേദനയ്ക്കും വഞ്ചനയ്ക്കുമിടയിൽ പിടിച്ചു നിൽക്കാൻ കരുത്ത് നൽകിയ ദൈവത്തിന് നന്ദിയെന്ന് FB പോസ്റ്റ്. ഭൂമിയിൽ പിറക്കാത്ത നിലവിളികൾ ദൈവം കേട്ടെന്നും മാലാഖ കുഞ്ഞുങ്ങൾ തങ്ങളോട് ക്ഷമിക്കട്ടെയെന്നും അതിജീവിത. ദുരനുഭവം നേരിട്ടവർ ധൈര്യത്തോട് മുന്നോട്ട് വരണമെന്ന് നടി റിനി ആൻ ജോർജ്. ഇനിയും അതിജീവിതകളുണ്ട്. ആ അതിജീവിതകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം. നിങ്ങൾ ഇനിയും മറഞ്ഞിരിക്കരുത്. നിങ്ങളുടെ നീതി നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്ന് പറയുകയാണ്. അതിജീവിതകൾക്ക് ആദ്യ നീതി ലഭിച്ചുവെന്ന് ഹണി ഭാസ്കരൻ. അദ്ദേഹം ഒരു സീരിയൽ റേപ്പിസ്റ്റ് ആണ് എന്ന് നമുക്ക് വീണ്ടും വ്യക്തമാവുകയാണ്. അതിന് ഇരയാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. സോ എന്താണ് ആ സ്ത്രീകൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നീതിയായിട്ടാണ്, അല്ല ആദ്യത്തെ നീതിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. രാഹുലിനെ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ AN ഷംസീർ. തുടർച്ചയായി പരാതികൾ വരുന്നത് ഗൗരവതരമാണ്.
ഇത് സ്വാഭാവികമായി ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അത് ലീഗൽ പോയിന്റ്, ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. പാർട്ടിയിലില്ലാത്ത രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. രാഹുലിന് ഇപ്പോഴും കോൺഗ്രസിന്റെ സംരക്ഷണമുണ്ടെന്ന് CPM. കോൺഗ്രസിന്റെ ജീർണമായ മുഖത്തിന്റെ അന്നത്തെ ഒരു ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ്, അടയാളപ്പെടുത്തലായിട്ടാണ് കാണുന്നത്. കോൺഗ്രസിന്റെ പരിപൂർണമായ പിന്തുണയല്ലേ രാഹുലുള്ളത്, അന്നും അതെ ഇന്നും അതെ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചേ മതിയാകൂ എന്ന് BJP ആവശ്യപ്പെട്ടു. ഇതിപ്പോൾ അതിജീവിത തന്നെ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം ശേഖരിച്ച് നൽകിയ പരാതി ആയതുകൊണ്ട് മാത്രമാണ് സർക്കാരിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഈ അറസ്റ്റ് സർക്കാരിന്റെ എന്തെങ്കിലും ഒരു നേട്ടമായി ഞാൻ കാണുന്നില്ല. രാഹുലിന്റെ ജയിലിലേക്കുള്ള യാത്രയ്ക്കിടെ വഴിനീള പ്രതിഷേധവുമായി DYFIയും യുവമോർച്ചയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠര് രാജീവരെ മെഡിക്കൽ കോളേജിൽ നിന്നും ജയിലിലേക്ക് മാറ്റി. പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിച്ചത് ആരോഗ്യനില തൃപ്തികരമായതോടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ നാളെ കസ്റ്റഡി അപേക്ഷ നൽകാൻ SIT തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണം നടത്തും. വീട്ടിലെ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളും നിർണായകം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സജ്ജമാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത്. ഇനി കേരളത്തിൽ BJP മുഖ്യമന്ത്രിയാണ് താൻ കാണാൻ പോകുന്നതെന്ന് അമിത്ഷാ. ശബരിമലയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയുമെന്നും ആഭ്യന്തരമന്ത്രിയുടെ ചോദ്യം. सबरीमाला के अंदर आपने देवस्थान का जो खजाना चोरी हुआ है वो सिर्फ केरल के लोगों की आस्था का सवाल नहीं है, पूरे देश के लोग बड़ी शंका के साथ आपको देख रहे हैं. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ BJP കോർ കമ്മിറ്റി യോഗത്തിൽ അമിത്ഷായുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി നേരിട്ട് കളത്തിലിറങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട്ടെ CPM ജില്ലാ നേതൃയോഗത്തിൽ പിണറായി പങ്കെടുത്തു. ആചാര പെരുമയോടെ എരുമേലി പേട്ടതുള്ളൽ. ഇത്തവണയും പേട്ടതുള്ളാൻ എത്തിയത് 10,000-കണക്കിന് ഭക്തജനങ്ങൾ. സന്നിധാനത്ത് നാളെ മുതൽ തിരക്ക് വർദ്ധിക്കാൻ സാധ്യത. മകരവിളക്ക് ബുധനാഴ്ച. BJP പ്രവേശനത്തിൽ മുൻ MLA S. രാജേന്ദ്രനെ തള്ളിപ്പറയാതെ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. BJPയിലേക്ക് പോകുമെന്നും CPM വിടുമെന്നും രാജേന്ദ്രൻ പറഞ്ഞിട്ടില്ല. ചർച്ച നടത്തിയതുകൊണ്ട് BJPയിലേക്ക് പോകുമെന്നല്ല അർത്ഥം. പരസ്യമായിട്ട് പ്രഖ്യാപിച്ചില്ല. ഉള്ളി BJPക്കാരുമായി കണ്ടു, സംസാരിച്ചു, അവരാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നു എന്ന അർത്ഥത്തിലേക്ക് എത്തേണ്ട കാര്യമുണ്ട്. വളരെ വ്യക്തമായി രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് സംസാരിച്ചു. പേഴ്സണലായി ഒരാളെ കാണുന്നു. ആ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തിന് രാഷ്ട്രീയ മുഖം കൊടുക്കണം, ഒരു നിലപാടെടുക്കണം. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ കണ്ടതെന്നാണ് രാജേന്ദ്രൻ തന്നോട് പറഞ്ഞതെന്നും CV വർഗീസ്. വൻ പ്രക്ഷോഭം തുടരുന്ന ഇറാനിൽ പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാ സേനയുടെ കൂട്ടക്കുരുതി തുടരുന്നുവെന്ന റിപ്പോർട്ട്. ഇറാനെ സഹായിക്കാൻ തയ്യാറെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രക്ഷോഭകരെ ദൈവത്തിന്റെ ശത്രുവായി കണക്കാക്കി വധശിക്ഷ നൽകുമെന്ന് ഇറാൻ അറ്റോർണി ജനറലിന്റെ ഭീഷണി. തിരുവനന്തപുരം പൂവാറിൽ സഹോദരങ്ങളായ വയോധികർക്ക് അയൽവാസികളുടെ ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് ഗോപി, രവീന്ദ്രൻ എന്നിവർക്ക് മർദ്ദനത്തിന് കാരണമായത് മതിൽ അയൽ വീട്ടിലേക്ക് തകർന്നു വീണതുമായി ബന്ധപ്പെട്ട തർക്കം. ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കൊച്ചി മേയറെ തീരുമാനിച്ചതിൽ സാമുദായിക സംഘടനയുടെ ഇടപെടലുണ്ടായെന്ന മേയർ VK മിനിമോളുടെ പരാമർശം ആയുധമാക്കി CPIM.
അവർ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം എന്താണെന്ന് ഇപ്പൊ വ്യക്തമായി. എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്നവരല്ല. ഞങ്ങൾ വളരെ ആദർശശുദ്ധി ഉള്ളവരാണെന്ന് ഒരു വസ്തു പറയും, എന്നിട്ട് രഹസ്യമായി അവിടെ പോയി സന്ദർശിക്കും. അത്തരം കാര്യങ്ങൾ ഇടപെടും. പറയുന്നതിന് വിപരീതമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രവൃത്തിയെന്ന് മന്ത്രി പി രാജീവിന്റെ ആക്ഷേപം. എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരോട് ഒരു സഭയും ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളെ മേയറാകാൻ പറഞ്ഞു. അവർ പറഞ്ഞപ്പോൾ അത് വൈകാരികമായി പറഞ്ഞതാണ്. മേയറുടെ പരാമർശം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ISROയുടെ ഈ വർഷത്തെ ആദ്യ ദൗത്യം നാളെ. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം അന്വേഷയുടെ വിക്ഷേപണം നാളെ രാവിലെ 10:18 ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. അതിർത്തി നിരീക്ഷണം, ദേശീയ സുരക്ഷ എന്നിവയാണ് ഉപഗ്രഹത്തിന്റെ ദൗത്യം. ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുക PSLV C-62. കരൂർ ദുരന്തത്തിൽ തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയ് നാളെ ഡൽഹി CBI ഓഫീസിൽ ഹാജരാകും. നാളെ രാവിലെ 11 മണി മുതലാണ് ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. വിജയ്ക്ക് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ഡൽഹി പോലീസ്. കരൂരിലെ വിജയുടെ റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടമായത് 41 പേർക്ക്. ജവഹർലാൽ നെഹ്റുവിനെതിരെ വീണ്ടും വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം നെഹ്റു തടഞ്ഞുവെന്ന വിമർശനം. ഗുജറാത്തിലെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷങ്ങൾ പങ്കെടുത്താണ് പ്രധാനമന്ത്രി ഈ കുറ്റപ്പെടുത്തൽ നടത്തിയത്. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ സംയുക്ത കിസാൻ മോർച്ച ഈ മാസം 19 ലഖിംപൂർ ഖേരിയിൽ മഹാപഞ്ചായത്ത് നടത്തും. റിപ്പബ്ലിക് ദിനത്തിൽ ഓരോ സംസ്ഥാനത്തും ട്രാക്ടർ പരേഡ് സംഘടിപ്പിക്കും. വൈദ്യുതി ഭേദഗതി ബില്ലിന്റെ കരടിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന ആവശ്യം. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കും. തിരുവനന്തപുരം വെള്ളറടയിൽ കാർ ഇടിച്ച കാൽനട യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് വെള്ളറട കോവില്ലൂർ സ്വദേശിയായ സുജ. കാർ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടാക്കിയത്. പത്തനംതിട്ട അടൂർ ഏഴംകുളത്ത് വീട് നിർമ്മാണത്തിനായി പണിതുവെച്ച ജനൽ വീണ് 7 വയസ്സുകാരൻ മരിച്ചു. അറുകാലിക്കൽ തനൂജ് കുമാർ ആര്യ ദമ്പതികളുടെ മകൻ ദ്രുപത് തനൂജാണ് മരിച്ചത്. 1ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ദ്രുപത്. ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ഫൈനലിൽ കേരളത്തിന് തോൽവി. റെയിൽവേസിനോട് നേരിട്ടുള്ള സെറ്റുകൾക്ക് തോറ്റു. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ സർക്കാർ നിലപാടിനെതിരെ KCBC. ഭിന്നശേഷി സംവരണത്തിൽ സർക്കാർ സുപ്രീം കോടതിയിലല്ല പോകേണ്ടതെന്ന KCBC വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി ആറക്കൽ 24നോട്. ഓൾറെഡി സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് NSSന് അനുവദിച്ചിരുന്ന പോലെ മറ്റു സൊസൈറ്റീസിനും അതേ കണ്ടീഷൻ വെച്ച് കൊടുക്കാവുന്നതാണെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. വീണ്ടും സുപ്രീം കോടതി പോയി കഴിഞ്ഞിട്ട് അവരെന്താ പറയാനുള്ളത്? സുപ്രീം കോടതി ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മനസ്സിലായിട്ടില്ലെന്നും കുറ്റപ്പെടുത്തൽ. കോഴിക്കോട് പന്തിരാങ്ക ബൈപ്പാസിൽ മറ്റന്നാൾ മുതൽ ടോൾ പിരിവ്. 4 ദിവസമായി ട്രയൽ റൺ പുരോഗമിക്കുന്നു. ടോൾ പിരിക്കുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും കമ്മീഷണർക്കും കത്ത് നൽകി. ടോൾ പിരിവ് തുടങ്ങുന്നത് റോഡിന്റെ പണി പൂർത്തിയാക്കും മുമ്പേ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ തൃശൂർ നഗരം ഒരുങ്ങി. തേക്കിൻകാട് മൈതാനിയിലെ പ്രധാന വേദിയുടെ നിർമ്മാണം പൂർത്തിയായി. വേദികളെല്ലാം നിർമ്മിച്ചത് ആധുനിക ജർമ്മൻ ടെക്നോളജിയിൽ. കലാമാമാങ്കം ഈ മാസം 14-ാം തീയതി മുതൽ. മധ്യപ്രദേശിൽ ക്യാൻസറിനെ ചെറുക്കാനുള്ള പദ്ധതിയുടെ പേരിൽ വൻ സാമ്പത്തിക തട്ടിപ്പെന്ന കണ്ടെത്തൽ. ജബൽപൂർ നാനാജി ദേശ്മുഖ് വെറ്ററിനറി സയൻസ് സർവകലാശാലയിലാണ് ഈ സംഭവം. 20 ലക്ഷം രൂപയുടെ ചാണകം, ഗോമൂത്രം, പാൽ എന്നിവ വാങ്ങിയതിന് 1.92 കോടി രൂപ ചെലവിട്ടുവെന്ന് കണ്ടെത്തൽ. പദ്ധതിയുടെ പേരിൽ ബംഗളൂരു, ഗോവ എന്നിവിടങ്ങളിലേക്ക് അനാവശ്യ യാത്രകൾ നടത്തിയെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഉത്തരേന്ത്യയിൽ ശൈത്യ തരംഗം. ഡൽഹിയിൽ നാളെയും യെല്ലോ അലേർട്ട്. ഡൽഹിയിൽ രേഖപ്പെടുത്തിയത് ഈ സീസണിൽ ഏറ്റവും കുറഞ്ഞ താപനില. ഒഡീഷയിൽ വിമാനം ഇടിച്ചിറങ്ങിയ സംഭവം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കുമെന്ന് DGCA. ഇന്നലെ അപകടത്തിൽപ്പെട്ടത് ഇന്ത്യ 1 എയർ എന്ന ചെറുവിമാനം. യാത്രക്കാരും വിമാന ജീവനക്കാരും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് വിശദമായി നമ്മൾ കടക്കുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ്. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ സർക്കാർ നിലപാടിനെതിരെ KCBC രംഗത്ത് വന്നു.
ഭിന്നശേഷി സംവരണത്തിൽ സർക്കാർ സുപ്രീം കോടതിയിലല്ല പോകേണ്ടതെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറക്കൽ 24 പറഞ്ഞു. സുപ്രീം കോടതി ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മനസ്സിലായിട്ടില്ല. ഒരു കൊല്ലമായിട്ടും സർക്കാർ ഇതിന്റെ ഉത്തരവും ഇറക്കിയിട്ടില്ല. ഓൾറെഡി സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് NSSന് അനുവദിച്ചിരുന്ന പോലെ മറ്റു സൊസൈറ്റീസിനും അതേ കണ്ടീഷൻ വെച്ച് കൊടുക്കാവുന്നതാണെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വീണ്ടും സുപ്രീം കോടതി പോയി കഴിഞ്ഞിട്ട് അവരെന്താ പറയാനുള്ളത്? ഇനി സുപ്രീം കോടതി പോകേണ്ട കാര്യമില്ല. കാരണം സുപ്രീം കോടതിയിലെ വിധി വ്യക്തമായിട്ട് നിങ്ങളത് വായിച്ചു നോക്കൂ. നിങ്ങളെന്താ അത് വായിച്ചു നോക്കുക? അതൊന്ന് കൃത്യമായിട്ട് എല്ലാവരുടെ മുൻപിലൊന്ന് വായിക്കൂ. എല്ലാവരും അറിയട്ടെ എന്താണ് സുപ്രീം കോടതി വിധിച്ചേക്കണേന്ന്. അത് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് മനസ്സിലാകാത്ത കാര്യമാകുമ്പോൾ അത് ഞങ്ങളുടെ ബുദ്ധിമുട്ടല്ല, അത് വിദ്യാഭ്യാസ മന്ത്രിയോട് തന്നെ ചോദിക്കണം എന്തുകൊണ്ട് അത് മനസ്സിലാകുന്നില്ല എന്ന്. ഒരു ഉത്തരവിലൂടെ തീർക്കാവുന്ന കാര്യം ഇത്രയും മോശമാക്കിയിട്ട് എന്തോ സുപ്രീം കോടതിയുടെ പ്രശ്നമാണെന്ന് വരുത്തി തീർത്തിട്ട് ഇത് നീട്ടിക്കൊണ്ടുപോകാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്നും ആൻമരിയ സണ്ണി തത്സമയം ചേരുന്നു. പറയൂ ആൻമരിയ. നിയമനത്തിൽ അതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം, അത് പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം നടന്നിരുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭിന്നശേഷി നിയമനത്തിൽ പൂർണ്ണമായിട്ടും ഒരു പ്രശ്ന പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് KCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതിനകത്ത് ഫാദർ ആന്റണി അറക്കൽ പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എങ്കിൽ വീണ്ടും എന്തിനാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്? കൃത്യമായിട്ട് ഭിന്നശേഷി നിയമനത്തിൽ സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടിട്ടുള്ളതാണ്. ആ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും അതോടൊപ്പം തന്നെ സർക്കാരിനും പൂർണ്ണമായിട്ട് അത് മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാകാത്തതാണോ, പ്രശ്നം വലിച്ചു നീട്ടുകയാണോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്നും ഈ ഫാദർ ആന്റണി അറക്കൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിച്ചിട്ടുണ്ട് എങ്കിൽ അധ്യാപകർക്ക് ഇതിനോടകം തന്നെ നിയമനം പലയിടത്തും ഉണ്ടാകേണ്ടതാണ്. അതിൽ ഏതൊക്കെ നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഏതൊക്കെ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ള രേഖ അത് പുറത്തുവിടണം. എങ്കിൽ മാത്രമാണല്ലോ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഭിന്നശേഷി നിയമനം ഏതൊക്കെ രീതിയിൽ സർക്കാരിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ അതിൽ നിന്നും സർക്കാരിനുണ്ടായ തിരിച്ചടി. അതോടൊപ്പം തന്നെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനോടകം തന്നെ ഭിന്നശേഷി നിയമനത്തിൽ അതിൽ പൂർണ്ണമായിട്ടും ഒരു പരിഹാരം എല്ലാവർക്കും ഒരുപോലെ നടപ്പിലായിട്ടില്ല എങ്കിൽ അത് സർക്കാരിന് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ് എന്നും ഫാദർ ആന്റണി അറക്കൽ, അതായത് KCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. SKN ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അത് ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഓക്കെ, താങ്ക് യു ആൻമരിയ സണ്ണി. ഇനി നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേള കഴിയുമ്പോൾ കരൂർ ദുരന്തത്തിൽ തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയ് നാളെ ഡൽഹി CBI ഓഫീസിൽ ഹാജരാകും. നാളെ രാവിലെ 11 മണിക്ക് ഓഫീസിലെത്തുമെന്നാണ് വിജയ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇടവേള കഴിയുമ്പോൾ ഈ വാർത്ത വിശദമായി നമുക്ക് പരിശോധിക്കാം. ബ്രേക്ക്. തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയ് നാളെ ഡൽഹിയിൽ CBI ഓഫീസിൽ ഹാജരാകും. നാളെ രാവിലെ 11 മണിക്ക് ഓഫീസിലെത്തുമെന്നാണ് വിവരം. വിജയ്ക്ക് കർശന സുരക്ഷാ ക്രമീകരണം ഒരുക്കിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. 2 ദിവസം വിജയ് ഡൽഹി തുടരുമെന്ന് TVK വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. കരൂർ കേസിൽ ആദ്യമായാണ് വിജയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. നാളെ ഡൽഹി ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വിജയ്ക്ക് CBI സമൻസ് അയച്ചിരുന്നു. നാളെ രാവിലെ പ്രത്യേക വിമാനത്തിൽ വിജയ് ചെന്നൈയിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിക്കും. 2 ദിവസം ഡൽഹിയിൽ വിജയ് തങ്ങുമെന്ന് TVK വൃത്തങ്ങൾ അറിയിച്ചു. 13 വൈകിട്ടാകും ചെന്നൈയിലേക്ക് തിരിക്കുക. ഡൽഹിയിലെത്തുന്ന വിജയ്ക്ക് ശക്തമായ സുരക്ഷയൊരുക്കുമെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. വിമാനത്താവളം, ഹോട്ടൽ, CBI ഓഫീസ് എന്നിവിടങ്ങളിലും വിജയ് യാത്ര ചെയ്യുന്ന റോഡിലും സുരക്ഷയൊരുക്കുമെന്നും പോലീസ് അറിയിച്ചു. നേരത്തെ TVK ജനറൽ സെക്രട്ടറി N ആനന്ദ്, ആദവ് അർജുന തുടങ്ങിയ നേതാക്കളെ CBI പലവട്ടം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിജയ്ക്ക് സമൻസ് അയച്ചത്. ഇന്നലെ വിജയുടെ പ്രചാരണ വാഹനം CBI കസ്റ്റഡിയിലെടുത്തിരുന്നു. കരൂരിലെ CBI ഓഫീസിലെത്തിച്ച വാഹനം പരിശോധനയ്ക്ക് ശേഷം ഉപാധികളോടെ വിട്ടു നൽകി. 2024 സെപ്റ്റംബർ 27-നാണ് കരൂരിലെ വിജയുടെ റാലിക്കിടെ ദുരന്തമുണ്ടായത്. തിക്കിലും തിരക്കിലും പെട്ട 41 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 24 ചെന്നൈ. മറ്റൊരു വാർത്തയിലേക്ക്. ഐപാക്കിലെ ED പരിശോധനയെ തുടർന്ന് പശ്ചിമ ബംഗാളിൽ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുണ്ടായ രാഷ്ട്രീയ പോര് പുതിയ തലത്തിലേക്ക് കടക്കുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട EDയും തടസ്സ ഹർജിയുമായി TMCയും സുപ്രീം കോടതിയെ സമീപിച്ചു. കേസ് നാളെ കോടതി പരിഗണിക്കും. അതിനിടെ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുബേന്ദു അധികാരിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടായി എന്ന പരാതിയിൽ ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് BJP പോര് കനക്കുന്നു.
ഐപാക്കിനെതിരായ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചു. റെയ്ഡ് തടഞ്ഞ് രേഖകൾ കൈക്കലാക്കിയ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ CBI അന്വേഷണം വേണമെന്നാണ് EDയുടെ ആവശ്യം. TMCയുടെ അഴിമതികൾ പുറത്തുവരുമെന്ന ഭയത്തിലാണ് EDയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയതെന്ന് BJPയും വിമർശിച്ചു. അതേസമയം കൊൽക്കത്ത ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷ അടിയന്തരമായി പരിഗണിക്കാത്ത സാഹചര്യത്തിൽ ED സുപ്രീം കോടതിയെ സമീപിച്ചതിനെതിരെ TMCയും തടസ്സ ഹർജി നൽകി. ഐപാക് ഓഫീസിൽ ED നടത്തിയ റെയ്ഡ് BJPക്കെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ ആയുധമാക്കുകയാണ് മമതയും തൃണമൂൽ കോൺഗ്രസും. അതിനിടെ പശ്ചിമ മേദിനിപൂർ ജില്ലയിൽ TMC പ്രവർത്തകർ വാഹനവ്യൂഹം ആക്രമിച്ചെന്ന ആരോപണവുമായി BJP നേതാവും ബംഗാളിലെ പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി രംഗത്തെത്തി. അർദ്ധരാത്രിയിൽ ചന്ദ്രകോണ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ ബംഗാൾ സർക്കാരിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 24 ഡൽഹി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മോർണിംഗ് ഷോ അവസാന ഘട്ടത്തിലേക്ക്. 83ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡുകൾ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 6:30 പ്രഖ്യാപിക്കും. കാലിഫോർണിയയിലെ ബെവർലി ഹിൽട്ടൺ ഹോട്ടലിൽ നടക്കുന്ന പുരസ്കാര ചടങ്ങിന് പ്രിയങ്ക ചോപ്ര ജോനാസും അവതാരകരുടെ റോളിലെത്തും. സിനിമ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ ലിയാനോർഡോ ഡികാപ്രിയോ നായകനായ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രവും, ഡ്രാമ വിഭാഗത്തിൽ 8 നോമിനേഷനുകളുമായി സെന്റിമെന്റൽ വാല്യൂമാണ് മുന്നിലുള്ളത്. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.